ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ റീഗ്രോത്ത് ആവും, അതേപോലെ തന്നെ ഹെയർ ഫോൾ നിൽക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും മുടി കൊഴിയാൻ കാരണമായിട്ടുള്ള ഫംഗസിനെ റിമൂവ് ചെയ്ത് ആ ഫോളിസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും കൊടുത്ത് ഹെയർ നാച്ചുറലി റീഗ്രോത്ത് ചെയ്തെടുക്കലാണ് ഹെയർ സ്പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്രീക്വൻസി മെഷീൻ യൂസ് ചെയ്ത് ഈ ഫോളിസിൽസിനെ മൊത്തം സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ അതിനകത്ത് ലേസർ വന്നിട്ട് ഈ ബാക്ടീരിയസ് അത് കുറെ ഡെഡ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ഷാമ്പു ചെയ്തിട്ട് ഹെയറും സ്കാൽപ്പും ഫുള്ള് ക്ലീൻ ചെയ്യും. അതിനുശേഷം നമ്മൾ പ്യൂരിഫൈങ് കോൺസെൻട്രേറ്റ് യൂസ് ചെയ്ത് ഈ പറയുന്ന സ്കാൽപ്പും ഹെയറും കംപ്ലീറ്റ്ലി പ്യൂരിഫൈ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ മാസ്ക് യൂസ് ചെയ്തിട്ട് ഹെയർ ഹെഡ് ഒന്ന് മസാജ് ചെയ്തെടുക്കും. സോ ബ്ലഡിന്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടും. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഹെയറിന്റെ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആയിട്ട് ഈ മാസ്കിനകത്ത് വരുന്ന കംപ്ലീറ്റ് പ്രോട്ടീൻസും ഈ ഹെയറിന്റെ ക്യൂട്ടിക്കിൾസ് ഒബ്സർവ് ചെയ്യും. സോ ഈ ഹെയർ ഭയങ്കര സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ ഹെയർ സ്പാന്റെ അതിലുള്ള പ്രോസസ്സ് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മുടി വളരാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്യണം, നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുടി കൊഴിയാൻ കാരണമായിട്ട് ഫംഗസ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ മുടി കൊഴിച്ച് നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റീഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസും മിനറൽസും സൊല്യൂഷൻസും യൂസ് ചെയ്യാൻ പറ്റും. സോ കൺഫേം ആയിട്ടും ഹെയർ റീഗ്രോത്ത് ആവും.